ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയിൽ എന്ത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അന്തം വിട്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്നൊരു ഉച്ചയൂണിനൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ട്രിവാൻഡ്രം ഏരിയയിലേക്ക് ഇതിന് മോര് കാച്ചിയതെന്നും പിന്നെ നമ്മുടെ അങ്ങോട്ട് പാലക്കാട് ആ ഭാഗത്തൊക്കെ താളിച്ച മോര് എന്നൊക്കെ ഇതിന് പറയപ്പെടും കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തേങ്ങയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് 5-6 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4-5 കാന്താരി മുളക് കൂടെ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ തൈരായതുകൊണ്ട് ഇത്തിരി കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ കാന്താരി മുളക് ചേർത്താൽ മതി. നല്ലൊരു കൊളസ്ട്രോൾ നല്ലൊരു പരിഹാരമാണ് കേട്ടോ കാന്താരി മുളക്. ഇതെല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാതെ തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മുളക് പൊടി വേണം, പിന്നെ ജീരകപ്പൊടി, പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ കായപ്പൊടി. ഇത്രയാണ് നമുക്ക് മസാലയായിട്ട് വേണ്ടത് കേട്ടോ. ഇനി ഒരു അടുപ്പിൽ പാനൊന്ന് വെച്ചിട്ട് 1.5 ടീസ്പൂണ് എണ്ണയും 1/2 ടീസ്പൂണ് കടുക് കൂടെ ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരി മുളകും പിന്നെ ഈ ഉള്ളിയും ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ പഠിച്ചത് ചിന്മയ സ്കൂളിലും മാത്രമല്ല ഞങ്ങൾ താമസിച്ചിരുന്നത് വലിയശാല ഗ്രാമം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺസിൻ്റെ ഇടയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പം ചിന്മയ സ്കൂളിലൊന്നും ഈ മീനും മുട്ടയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പം ഇതുപോലത്തെ മലക്കറി എന്തെങ്കിലും കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അമ്മ ഓരോന്നും എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓർമ്മയിൽ ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ. അതിവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഇനി 1 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, ആ തൈര് ഇതിലോട്ടൊന്ന് ചേർക്കാം. ഇനി തൈര് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ. തീ അങ്ങ് ഓഫ് ചെയ്യണം. കാണിച്ചാൽ ആ ചൂടിരുന്ന് തന്നെ അതങ്ങ് ആയിക്കോണം കേട്ടോ, പിരിഞ്ഞു പോയില്ലെങ്കിൽ. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒറ്റ കാര്യമേ ഉള്ളത്. ഇതായിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് എപ്പോഴും ഇരിക്കുന്നത് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉച്ചത്തേക്കുള്ള തേങ്ങയില്ലാത്ത ഒരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്തിരി ചമ്മന്തിയും ഒരു പപ്പടവും പിന്നെ ഈ വറുത്ത കൊണ്ടാട്ടം ഉണ്ടല്ലോ മുളകിൻ്റെ, അതും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഇന്ന് ഉച്ചത്തെ ഒരു ഊണായി കേട്ടോ. ബ്രാഹ്മിൺസിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക്സ് ഫോർ വാച്ചിങ്.